നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷന് പോകാട്ടോ. അതിന് മുമ്പ് എൻ്റെ ഇക്കുവിൻ്റെ വീട്ടിലെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഇക്കുവിൻ്റെ വാപ്പച്ചിയാണ്, ഇത് ഇക്കുവിൻ്റെ ഉമ്മച്ചിയാണ്, പിന്നെ ഇക്കുവിൻ്റെ സിസ്റ്ററാണിത്. സിസ്റ്ററിന് 4 കുട്ടികളുണ്ട്, അതിൽ 2 പിള്ളേർ ട്വിൻസ് ആട്ടോ. അവരാണിതായിരിക്കുന്നത്. സെൻറ്ററിലുള്ളത് എൻ്റെ ഒരേ ഒരു സന്തതി. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് ഒരു ഹൗസ് വാമിങ്ങിനാണ്. വെറും ഹൗസ് വാമിംഗ് അല്ല, വാപ്പിച്ചിയുടെ അനിയത്തിയുടെ 2ാമത്തെ മോൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. സോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഞങ്ങളാണ് ആദ്യം എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമാധാനമായിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് കാണാൻ പറ്റി. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് അവൻ്റെ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സ്പേസിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പേസാണ്. ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ ഇവിടെ. താഴെ തന്നെ നമുക്ക് ഡൈനിങ് റൂം ഉണ്ട്. അവിടെ നിന്ന് തന്നെ കിച്ചണും വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. സോ താഴത്തെ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ മേളിലത്തെ റൂമിലേക്ക് പോയി. മേളിലും ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ബെഡ്റൂമും വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഹോം തിയേറ്റർ പോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതാട്ടോ ആ ഒരു സ്പേസ്. ആ റൂമിൽ നിന്ന് തന്നെ ആട്ടോ ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ബീൻ ബാഗിൽ അതേപോലത്തെ സംഭവമാണ്. പക്ഷേ ബീനില്ല, അത് നല്ല രസമാണ്. എയർ കയറ്റാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ നമ്മൾ ടെറസിൽ പോയി ആ ഒരു സൺസെറ്റൊക്കെ കണ്ടിരുന്നു കുറച്ച് നേരം. അപ്പോഴേക്കും വീട്ടുകാരൊക്കെ വന്നു തുടങ്ങിയെന്ന് മനസ്സിലായി. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ താഴെ പോയി. താഴെ ഇതാ ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പുഴയാണ്. സാധാരണ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നു, പക്ഷേ ഫുള്ള് മൂടിയിട്ടേക്കാട്ട് ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് നമ്മൾ വേഗം ഒരു റൂമിൽ ചേക്കേറി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല നെയ്ച്ചോറും ബീഫും നല്ല അച്ചാറും സാലഡൊക്കെ സത്യം പറഞ്ഞാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ വരണം. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴേക്കും നമ്മുടെ കസിൻസ് എല്ലാം ലാൻഡ് ചെയ്തിട്ടോ. അതാ ഇവനെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മിക്കൊരു സൈദി എന്നാട്ടോ എൻ്റെ പേര്. പിന്നെ അവൻ്റെ ചേട്ടനാണ് ദൈലാൻ. അങ്ങനെ എല്ലാവരും നമ്മൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഫങ്ഷൻസൊക്കെ വരുമ്പോഴാട്ടോ എല്ലാവരും ഒന്ന് കൂടുന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും പല പല സ്ഥലത്തായിട്ടാണ്. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാട്ടോ.